Hello. Welcome to Market Discussion of the Day. Today, December 21st, 2024, സാറ്റർഡേ ആണ്. സോ അടുത്ത ആഴ്ച നമ്മൾ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണം, എന്തൊക്കെയാണ് മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, മൺഡേ രാവിലെ നമ്മൾ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് അടുത്ത ആഴ്ച നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത മൺഡേ ഇന്ത്യൻ ടൈം 7:30 മണിക്കും 10:30 മണിക്കും ആയിട്ടാണ് നമ്മുടെ മലയാളം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലീഷ് ബാച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2 ആഴ്ചത്തെ ക്ലാസ് ആയിരിക്കും നമുക്ക് പോകുന്നത്. അതിനുശേഷം നമ്മൾ ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യുകയും അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, ഫ്രീ ഫോറക്സ് ക്ലാസ് ആണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടാവും, എനിക്ക് മെസ്സേജ് അയക്കാം, ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, നമുക്ക് അടുത്ത ആഴ്ചത്തെ ന്യൂസുകളെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് രാവിലെ 7 മണിക്ക് ഇനി UK ടൈമിങ് 7 മണിക്ക് GDP അനൗൺസ്മെൻ്റ് ഉണ്ട്, GBP UK എന്ന്. അപ്പോൾ അത് GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു സമയം ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, എന്തെങ്കിലും പൊസിഷൻസ് ഉണ്ടെങ്കിൽ അതിന് മുന്നേ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് CB കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് ഉണ്ട്. അതും മാർക്കറ്റിൽ അത്യാവശ്യം ഒരു വോളറ്റാലിറ്റി ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ്. ഒരു ഡയറക്ഷണൽ ചേഞ്ച് ഒന്നും ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല, പക്ഷെ ഉറപ്പായിട്ടും നമുക്കൊരു അത് മാർക്കറ്റിനെ എന്തായാലും അഫക്റ്റ് ചെയ്യുന്ന ന്യൂസാണ്. ഓക്കെ, 1:30 മണിക്ക് ട്യൂസ്ഡേ 1:30 മണിക്ക് ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ ഉണ്ട്. അതിനുശേഷം 3 മണിക്ക് UK ടൈമിംഗ് ആണ് പറയുന്നത് കേട്ടോ, 3 മണിക്ക് ന്യൂ ഹോം സെയിൽസും ഉണ്ട്. ഓക്കെ, അതിനുശേഷം വെനസ്ഡേ ക്രിസ്മസ് ഡേ ആണ്, മാർക്കറ്റ് അവധിയാണ്. അതിനുശേഷം ബോക്സിംഗ് ഡേ ആണ്. അന്ന് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ആണ് 1:30 മണിക്ക് ഉള്ളത്. എല്ലാ ട്യൂസ്ഡേയിലും വരുന്നത് പോലെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം വരുന്നുണ്ട്. പിന്നീട് ജപ്പാനിൽ നിന്ന് റീറ്റെയിൽ സെയിൽസും വരുന്നുണ്ട്. 11:50 UK ടൈമിംഗ് 11:50. ഞാൻ ഇന്ത്യൻ ടൈമിംഗ് നിങ്ങൾ നോക്കിയിട്ട് 5.5 മണിക്കൂർ ഫ്രണ്ടിലോട്ട് നോക്കിയാൽ മതി ഇന്ത്യൻ ടൈമിംഗ്, നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു എക്കണോമിക് കലണ്ടർ ഫോളോ ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഈ ആഴ്ച ഫ്രൈഡേ ആയിരിക്കും ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വരുന്നത്. ഓക്കെ, സാധാരണ തേഴ്സ്ഡേ ആണ് വരുന്നത്. നമുക്ക് ഒരു ദിവസം അവധി ആയതുകൊണ്ട്, വെനസ്ഡേ അവധി ആയതുകൊണ്ട് ഫ്രൈഡേ ആണ് ഈ വട്ടത്തെ ക്രൂഡ് ഓയിൽ എക്സ്ചേഞ്ച് വരുന്നത്. നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന അടുത്ത ആഴ്ച നമുക്കൊരു ടെക്നിക്കൽ ഡേ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ മാർക്കറ്റിലെ വോളിയം ഭയങ്കര കുറവായിരിക്കും. മിക്ക ആൾക്കാരും ട്രേഡ് ചെയ്യാത്തത് കൊണ്ടിട്ട് തന്നെ മാർക്കറ്റിൽ വോളിയം ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ടിട്ട് തന്നെ ചിലപ്പോൾ ഒരു വലിയ ക്യാൻഡിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് നോർമലി ഈ പറയുന്ന ലാസ്റ്റ് 10 ദിവസം നടക്കുന്നത് നോർമൽ സിനാരിയോയിൽ. അപ്പോൾ അതുകൊണ്ടിട്ട് മാർക്കറ്റ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഒരു കാരണവശാലും ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. കാരണം വലിയ ഒറ്റ ക്യാൻഡിലൊക്കെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ അടിച്ചു പോവുകയും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. ഒറ്റ ക്യാൻഡിൽ വൺ ഡയറക്ഷനിലോട്ട് പോയിട്ട് തിരിച്ചു വരിക, അങ്ങനത്തെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ മാർക്കറ്റ് കാണിച്ചു തന്നിരിക്കും. അതുകൊണ്ടിട്ട് സ്റ്റോപ്പ് ലോസ് ഇടുക. ഏത് ട്രേഡ് എടുത്താലും സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് തന്നെ ട്രേഡ് ചെയ്യുക. ഓക്കെ, സോ കമ്മിങ് ടു നമ്മുടെ ടെക്നിക്കൽസിലോട്ട് പോകുമ്പം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് USD JPY നമുക്ക് നോക്കാം. USD JPY നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു കുറേ കാലത്തിൻ്റെ നല്ലൊരു ഹൈ കണ്ടിട്ടുണ്ടായിരുന്നു. 157.924 എന്ന് പറഞ്ഞൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് പോയി ഇപ്പോൾ 156.380 നിൽക്കുന്നത്. 156ൻ്റെ താഴെ മൺഡേ രാവിലെ 7:30 മണിക്ക് ഏഷ്യ അത്യാവശ്യം നല്ല രീതിയിൽ വോളിയൊക്കെ വരുന്ന സമയത്ത് 7:30 മണിക്കും 156ന് താഴെയായിട്ടാണ് മാർക്കറ്റ് എങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അവിടുന്ന് ഒരു സെല്ലെടുത്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ JPYയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ 156ൻ്റെ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടുന്ന ട്രേഡ് എടുക്കുന്ന ആൾക്കാർ 156.60 മുകളിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, നേരെ മറിച്ച് 158ലാണ് നമ്മൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ തൽക്കാലം നമ്മൾ മാർക്കറ്റ് ഒന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. റിസ്ക് എടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെല്ലെടുക്കാം. 158ലും 158.60 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളതാണ്. പക്ഷേ റിസ്ക് എടുക്കേണ്ട ആൾക്കാർക്ക് മാർക്കറ്റിനെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. 162 കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നൊരു പ്രോപ്പർ സെല്ല് നമുക്കുണ്ട്. കാരണം 162 JPYയിലെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ നേരെ GBPയിലോട്ട് പോകുമ്പം GBP ഇപ്പം വീണ്ടും GBP താഴെ പോയിട്ടുണ്ടായിരുന്നു. ഈ വർഷത്തെ തന്നെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. 1.24 ഈ വർഷത്തെ അല്ല, ഒരു കഴിഞ്ഞൊരു 6 മാസത്തെ എടുത്തു കഴിഞ്ഞാൽ 1.2500 ഒക്കെ താഴ്ന്നു പോയി 1.2830 അടുത്തൊക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ.
അപ്പം അത് ഭയങ്കര നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്താണ്, GBPയിൽ നമ്മൾ എല്ലാ താഴ്ന്ന പോയിന്റും നമ്മൾ ബൈ പോയിന്റ് ആണെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പം മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോയി 1.2600 ഒക്കെ ടച്ച് ചെയ്ത് വീണ്ടും മാർക്കറ്റ് താഴോട്ട് പോയ കാഴ്ചയാണ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ക്യാൻഡിൽസ്, വെള്ളിയാഴ്ചത്തെ ലാസ്റ്റ് ക്യാൻഡിൽസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത് 1.2566 ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ഓക്കെ, സോ രാവിലെ 7:30 മണിക്ക് നിങ്ങൾക്ക് 1.2500 അടുത്ത് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അവിടുന്ന് വീണ്ടും ബൈ ചെയ്യാം. ഓക്കെ, 1.2440 താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളത് മാത്രമാണ് അതിനകത്തുള്ള ഒരു കാര്യം. നേരെ മറിച്ച് മുകളിലോട്ടാണ് മാർക്കറ്റ് പോകുന്നത്. 1.2600 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അവിടുന്ന് ബൈ ചെയ്യാം. 1.2540 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളത് മാത്രമാണ് GBPയിലെ കാര്യം. ഓക്കെ, സോ നമുക്ക് ഒരു ലോങ്ങർ ടേമിലോട്ട് GBP വാങ്ങണം എന്നുള്ള ആൾക്കാർക്ക് 1.2500 ഇപ്പോൾ 1.26 കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 0.5 ലോട്ട് 1.2600 0.5 ലോട്ട് 1.2500 നമുക്ക് വാങ്ങി മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് GBPയിലുള്ള അവസരം. GBPയിലുള്ള ഓരോ താഴ്ന്ന പോയിന്റും ബൈ പോയിന്റ് ആണ്. GBPയിൽ അടുത്തൊരു റെസിസ്റ്റൻസ് മേജർ റെസിസ്റ്റൻസ് പറയുന്നത് 1.2800 ആണ്. അവിടെ വെച്ച് ഉറപ്പായിട്ട് മാർക്കറ്റ് വീണ്ടും റെസിസ്റ്റ് ചെയ്യും. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് 1.2800 എപ്പോഴും നമുക്ക് റെസിസ്റ്റൻസ് നടക്കുന്നത്. ഓക്കെ, സോ ഇനിയും 1.2800 റെസിസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലോട്ട് പോവുകയാണെങ്കിൽ അടുത്തൊരു വർഷം കൊണ്ട് ഓൾമോസ്റ്റ് ഒരു 1300 പിപ്പോളം 1.3800 ഒക്കെ അടുത്തായിരിക്കും അടുത്തൊരു നവംബർ, നമുക്ക് ആ ഒരു മൂവ്മെന്റ് കിട്ടുക. ചിലപ്പോൾ ഒരു 6 മാസം കൊണ്ട് കിട്ടാം, ചിലപ്പോൾ ഒരു 3 മാസം കൊണ്ട് കിട്ടാം, ചിലപ്പോൾ ഒരു വർഷം കൊണ്ട് കിട്ടാം. ലോങ് ടേമിൽ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ട്രേഡ് ചെയ്യേണ്ട, ലോങ്ങർ ടേമിൽ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോ USD തൽക്കാലം മാറി നിൽക്കുക. ഒരുപാട് പൊളിറ്റിക്കൽ ഇഷ്യൂസ് യൂറോപ്പിൽ നടക്കുന്നുണ്ട്. ഫ്രാൻസിൽ എന്താ പറയുക, ഗവൺമെൻറ് മാറി. ജർമ്മനിയിൽ റീഎലക്ഷൻ നടക്കാൻ പോവാണ് ഫെബ്രുവരി. അതുകൊണ്ടിട്ട് പിന്നെ റഷ്യ യുക്രൈൻ വാറിൻ്റെ സംഘർഷം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നത് കൊണ്ടിട്ട് യൂറോ നമ്മൾ താൽക്കാലികമായിട്ട് അടുത്ത ആഴ്ച എന്താ പറയുക, ഞാൻ പറയാം, നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉള്ള സമയത്ത് നമുക്ക് പറയാം, ഉറപ്പായിട്ടും വേണമെങ്കിൽ റിസ്ക് എടുത്ത് ഇപ്പോൾ വേണമെങ്കിലും ബൈ ചെയ്യാം. കാരണം നല്ലൊരു ലോവർ പോയിന്റിലാണ് യൂറോ നിൽക്കുന്നത്. പക്ഷേ ഇത്രയും പൊളിറ്റിക്കൽ എന്താ പറയുക അൺസർട്ടനിറ്റി ഉണ്ടായത് കൊണ്ടിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് പ്രോപ്പറായിട്ടൊരു എന്താ പറയുക കഴിഞ്ഞ വട്ടം പോയ ലോയുടെ താഴെയൊക്കെ ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമുക്ക് ഇപ്പം ഇതാണ് ലോ എന്ന് പറയുന്നത് 1.0340. അപ്പോൾ 1.0340 താഴെയായിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബൈ എടുത്ത് പോകുന്നത് തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് ഇന്നലെയും നമ്മൾ എന്താണ് നമ്മുടെ എന്താ പറയുക, നമുക്ക് ഗോൾഡ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 2622 മാർക്കറ്റ്. ഒരുപാട് മാർക്കറ്റ് ടൈമിങ്ങിൽ നമുക്ക് എന്താണ് US ഓപ്പൺ ആയ സമയത്തും യൂറോപ്പ് ഓപ്പൺ ആയ സമയത്തിൽ US ഓപ്പൺ ആയ സമയം മുതലുള്ള ക്യാൻഡിൽ, അതിനുശേഷം യൂറോപ്പ് ക്ലോസ് ആയ ക്യാൻഡിലൊക്കെ 2600 മുകളിലായിട്ടാണ് ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, സോ 2600 എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്കായിട്ട് നമുക്ക് എടുക്കാം എന്നുള്ളതാണ്. നാളെ തിങ്കളാഴ്ച രാവിലെ നമുക്ക് 2600 ഈ ഒരു പോയിന്റിൽ നിന്ന് ബൈ എടുക്കണമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, നിങ്ങളുടെ ഇക്വിറ്റി അനുസരിച്ചിരിക്കും. ഓക്കെ, 2600 അടുത്ത് കിട്ടുകയാണെങ്കിൽ ബെറ്റർ ബൈ. 2615 അടുത്ത് കിട്ടുകയാണ് ഒരു ക്യാൻഡിൽ പോലും, ഒരു 1 അവർ ക്യാൻഡിൽ പോലും 2615 താഴെയായിട്ട് 7:30 മുന്നേ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒരു ലോട്ട് ചെയ്യുന്ന ആൾക്കാർ 0.2 ലോട്ട് മാത്രം ബൈ ചെയ്യുക എന്നുള്ളതാണ്. കാരണം മാർക്കറ്റ് വീണ്ടും താഴോട്ട് വന്നു കഴിഞ്ഞാൽ 2600 അടുത്ത് വെച്ച് വീണ്ടും നമുക്ക് ബൈ ചെയ്യാം എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായത് കൊണ്ടിട്ട്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. 2690 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും എന്നുള്ളതാണ് അതിനകത്ത് ഗോൾഡിലുള്ളൊരു കാര്യം. ഓക്കെ, നേരെ മുകളിലോട്ട് പോയി 2630 മുകളിലോട്ട് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു 0.2 ലോട്ട് വീണ്ടും ബൈ ചെയ്യാവുന്നതാണ്. 2622 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു സേഫ്റ്റിക്ക് വേണമെങ്കിൽ 2619 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ ബെറ്റർ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും അത്.
ഓക്കെ. സോ അതിനുശേഷം 2645 മുകളിലായിട്ട് വരുമ്പോൾ വീണ്ടും ആ ബാക്കി 0.2 നമുക്ക് ബൈ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ 0.4 നമുക്ക് ബൈ ചെയ്യാവുന്നതാണ്. മാർക്കറ്റ് ഉറപ്പായിട്ട് 2600 ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയി 2680 വരെ പോകാനുള്ള പോസിബിലിറ്റി എല്ലാം കാണുന്നുണ്ട്. 2730 വരെ വീണ്ടും എത്തുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല, പക്ഷേ എന്നാലും എത്താനുള്ള പോസിബിലിറ്റി നല്ല രീതിയിലുണ്ട്. ഒരുപാട് സെല്ലേഴ്സ് 2730 പ്രസന്റ് ആണ്. അപ്പോൾ അവിടുന്ന് വേണമെങ്കിൽ നമുക്ക് നല്ലൊരു സെൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് എടുക്കുകയും ചെയ്യാം ഗോൾഡിൽ. ഓക്കെ. സോ ഇതാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള കാര്യം. മാർക്കറ്റിൽ അടുത്തൊരാഴ്ച നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, മാറി നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മാറി നിന്നോ, ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ട്രേഡ് ചെയ്യുക എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ക്ലാസ്സിൻ്റെ കാര്യം എത്രയും പെട്ടെന്ന് എനിക്ക് മെസ്സേജ് അയക്കുക. അങ്ങനെയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ അവസാനിപ്പിക്കുന്നു. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക് തിങ്കളാഴ്ച കാണുന്നത് വരെ ഗുഡ് ബൈ.